മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടി അതിന്റെ വിവരങ്ങൾ കൂടി വേണം. സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ സംബന്ധിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിനെതിരായ ഹർജിയിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും. നിർമ്മാതാവ് സജിമോൻ പാറയിൽ നൽകിയ ഹർജിയിൽ ജസ്റ്റിസ് വി.ജി. അരുണിന്റെ ബെഞ്ചാണ് വിധി പറയുക. ഹർജിക്കാരന് വിവരാവകാശ കമ്മീഷന്റെ വാദങ്ങളിൽ മറുപടി നൽകാൻ സമയം വേണമെന്ന ആവശ്യം കോടതി അനുവദിച്ചിരുന്നു. ഡാനി, ഈ വിഷയത്തിൽ ഏറെ ചർച്ചകൾ നടന്ന കാര്യമാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവരുന്നതിനെതിരെ സമർപ്പിച്ച ഹർജിയിലാണ് ഇന്ന് വിധി പറയുന്നത്. എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? എന്തൊക്കെയാണ് അയാളുടെ ആവശ്യം? ഇതിൽ കൃത്യമായി ഇയാൾ ആവശ്യപ്പെടുന്നത് റിപ്പോർട്ട് പുറത്തുവിടരുത് എന്ന് തന്നെയാണ്. ഇത് പലരുടെയും, പ്രത്യേകിച്ച് തന്നെയും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതിന് സ്വകാര്യ ജീവിതത്തെ, വ്യക്തി ജീവിതത്തെ ബാധിക്കുന്ന പല വിവരങ്ങളും മറ്റു പലരുടെയും സ്വകാര്യതയെ മാനിക്കുന്ന വിഷയങ്ങളും എല്ലാം അടങ്ങുന്നതാണ് ഇത്തരം കാര്യങ്ങളെന്ന് പറയുകയും ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. നേരത്തെ തന്നെയും ഇത് സംബന്ധിയായ കാര്യങ്ങൾ, ചില വിഷയങ്ങൾ പൂർണ്ണമായും പരസ്യപ്പെടുത്തുന്നതിൽ നിന്ന് ഒഴിവാകേണ്ടതുണ്ട് എന്ന രീതിയിലടക്കം കാര്യങ്ങൾ പോയിരുന്നു. അപ്പോഴും അതിനെതിരെ ഒരു വിമർശനം ഉയരുന്നു. അപ്പോൾ കൃത്യമായ വിവരങ്ങളില്ലാതെയാണോ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടുന്നത് എന്നതടക്കമുള്ള ചോദ്യങ്ങളും പല ഭാഗത്തുനിന്ന് ഉയർന്നിരുന്നു. ഇതിനിടയിലാണ് അയാൾ സജി പാർക്കൽ ഹൈക്കോടതിയിലേക്ക് എത്തുന്നത്. ഇത്തരം വിവരങ്ങൾ പുറത്തുവിടരുത് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് വരുന്നത്. ഇതിൽ വിവരാവകാശ കമ്മീഷൻ കൃത്യമായൊരു മറുപടി നൽകുകയുണ്ട്. കാരണം ഇപ്പോൾ വന്നിരിക്കുന്ന ഹർജിക്കാരൻ ഈ കമ്മീഷന് മുൻപിലേക്ക് എത്തിയ ഒരാളല്ല. ഇയാൾ ഇതിൽ മൊഴി നൽകുകയോ മറ്റു കാര്യങ്ങളോ ഒരു കക്ഷിയെ പോലും അല്ലാത്ത ഒരാളാണ് ഈ രീതിയിൽ ഒരു തടസ്സവാദം ഉന്നയിക്കുന്നത്. ഇങ്ങനെ ഇത്തരമൊരു റിപ്പോർട്ട് പുറത്തുവിടരുത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിക്കുന്നത്. പക്ഷേ അത് കണക്കിലെടുക്കാൻ കഴിയുകയില്ല. ഇത് പൂർണ്ണമായ രീതിയിൽ തന്നെ ഇത് വിവരങ്ങൾ പുറത്തുവിടേണ്ടതുണ്ട് എന്ന നിലപാടിൽ തന്നെയാണ് വിവരാവകാശ കമ്മീഷൻ അത്തരം കാര്യങ്ങളിൽ മറുപടി നൽകിയത്. നേരത്തെ സജി പാർക്കൽ അതിൽ ഉന്നയിച്ച തടസ്സവാദങ്ങളിൽ മറുപടി നൽകാൻ, അല്ലെങ്കിൽ വിവരാവകാശ കമ്മീഷൻ പറയുന്ന കാര്യങ്ങളിൽ പരസ്പരം മറുപടി നൽകാനുള്ള അവസരങ്ങൾ ഹൈക്കോടതി കൊടുത്തിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ അതൊരു വിധിയിലേക്കടക്കം കടക്കുന്നത്. സജി പാർക്കലിൻ്റെ ഒരു വാദം, ഇതിൽ ഒരു നിലപാട് ഇത് പുറത്തുവിടേണ്ടതാണ്. ഇതിൽ പൊതു താല്പര്യം എന്താണ് എന്ന് വിവരാവകാശ കമ്മീഷൻ അടക്കം വ്യക്തമാക്കേണ്ട. പൊതു താല്പര്യത്തിൻ്റെ പേരിൽ ഇത് പുറത്തുവിടുന്നുവെങ്കിൽ എന്താണ് അതിൽ പൊതു താല്പര്യമെന്ന് വ്യക്തമാക്കേണ്ടതുണ്ട് എന്ന ഈ വാദങ്ങൾക്കിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ കോടതിയിൽ ഇയാൾ ബോധിപ്പിക്കുകയുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ഒരു വ്യക്തത വേണം. എന്താണ് ഇതിൽ സംബന്ധിച്ചുള്ള ഒരു പൊതു താല്പര്യം എന്താണ് എന്ന് വ്യക്തമാക്കേണ്ടതുണ്ട്. ഇതിൽ മുഴുവനായും വ്യക്തി കേന്ദ്രീകൃതമായ വിവരങ്ങളും അടക്കമുള്ള കാര്യങ്ങളുമാണുള്ളത്. അപ്പോൾ അത് പുറത്തുവിടുന്നത് തീർച്ചയായും പലരുടെയും തന്നെ ജീവിതങ്ങളെ ബാധിക്കുന്നതാണ് എന്നതടക്കമുള്ള വാദങ്ങളാണ് ഇയാൾ ഉയർത്തിയത്. പക്ഷേ നമുക്കറിയാം, ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഈ മേഖലയിൽ, സിനിമാ മേഖലയിൽ സ്ത്രീകൾ അടക്കമുള്ള സ്ത്രീകൾക്ക് വലിയ രീതിയിലുള്ള വിഷയങ്ങൾ അവർക്കെതിരായി ഉണ്ടാകുമ്പോൾ ഇത് സംബന്ധിച്ച് കൃത്യമായി പഠിച്ച റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശിക്കപ്പെട്ടത്. ഈ റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് നാളുകളെ ഏറെയായെങ്കിലും ഇത് സംബന്ധിച്ച ഒരു നടപടിയിലേക്കോ അല്ലെങ്കിൽ റിപ്പോർട്ട് പുറത്തുവിടുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്കോ ആരും തന്നെ സർക്കാർ അടക്കം മുൻകൈ എടുക്കാതെ പോകുന്നൊരു സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു വിവരാവകാശം വഴി പലരും ഇത് പുറത്തുവിടണമെന്നൊരാവശ്യവുമായിട്ട് എത്തുന്നത്. ഇതിലാണ് ഇപ്പോൾ തടസ്സവാദങ്ങൾ അടക്കം ഉന്നയിക്കുകയും ചെയ്യുന്നത്. ഇന്ന് ഏതായാലും ഹൈക്കോടതി അരുണിൻ്റെ ബെഞ്ച് ഇത് സംബന്ധിച്ചുള്ള വിധി ഇന്ന് ഉണ്ടാകും. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ഇത് വിധി ഉണ്ടാകുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, ഡാനി പോളാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ഇടവേള.